ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗം എല്ലാവരും വചനത്തോടും പരിശുദ്ധ ജപമാലയോടുമുള്ള ഭക്തിയിൽ വളരാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ജീവിതങ്ങൾ ഒത്തിരി ഇരുട്ടിലാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ഈ നിരാശയുടെ ഇരുട്ടിൽ, അല്ലെ അഡിക്ഷൻസിൻ്റെ പ്രശ്നങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ നമ്മൾ മത്തായി 4:16 വായിക്കും, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങളുടെ മേൽ പ്രകാശം ഉദിച്ചു. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ പറയും 1-ാം അധ്യായത്തിൽ, ഇരുളിന് ആ പ്രകാശത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ല. അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു പ്രകാശം ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അപ്പോൾ ഈ ഒരു ഇത്ര പവർഫുൾ ആയിട്ടുള്ള ആ ലൈറ്റ്, ക്രിസ്തു ആകുന്ന ആ പ്രകാശം ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ, പരക്കാൻ നമുക്ക് ഏറ്റവും ശക്തമായി ഉപയോഗിക്കാവുന്ന 2 വഴികളാണ് വചനവും പരിശുദ്ധ ജപമാലയും. പരിശുദ്ധ ജപമാല പരിശുദ്ധ അമ്മയാണെങ്കിൽ വിശുദ്ധ ഡൊമിനിക് എന്ന് പറയുന്ന ഒരു വിശുദ്ധന് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ പരിശുദ്ധ ജപമാലയെ വിശേഷിപ്പിക്കുന്നത് യന്ത്രമുട്ടി എന്ന് പറഞ്ഞാണ്. യന്ത്രമുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്ത് യുദ്ധത്തിൽ ഈ കോട്ടകളൊക്കെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിരുന്നു. അപ്പോൾ അതുമായിട്ടാണ് പരിശുദ്ധ ജപമാലയെ കമ്പയർ ചെയ്യുന്നത്. അത്രയും ശക്തമായിട്ടുള്ളൊരു ആയുധമായിട്ടാണ് സ്വർഗം നമുക്ക് പരിശുദ്ധ ജപമാല തന്നിരിക്കുന്നത്. പരിശുദ്ധ ജപമാല സ്ഥിരമായി ചെല്ലുന്നവർക്ക് മാതാവ് 15 വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. 1-2 ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. മാതാവ് പറയുന്നത്, ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും മഹാകൃപകളും ലഭിക്കും. നന്മയും സത്പ്രവൃത്തികളും തഴച്ചു വളരും. എൻ്റെ വാക്കുകളല്ല, പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ്. അപ്പോൾ ഈ ഇത്രയും അഡിക്ഷൻസിൽ പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർച്ചയുടെ വക്കി വന്ന് നിൽക്കുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിശുദ്ധ ജപമാലയോടുള്ള ഭക്തി ഒന്ന് വരുവാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നന്മയും പുണ്യങ്ങളൊക്കെ തഴച്ചു വളരാൻ അത് ഇടയാക്കും. അപ്പോൾ നമ്മൾ എത്രയോ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, തകർന്നു കിടക്കുന്നവർക്കൊക്കെ വേണ്ടി വചനം നിറയാനും വചനം വായിക്കാനുള്ളൊരു ദാഹം, വചനത്താൽ നിറഞ്ഞ വചനത്തിൻ്റെ ഫലങ്ങളും പുണ്യങ്ങളൊക്കെ ജീവിതത്തിൽ വരാനും, അതുപോലെ പരിശുദ്ധ ജപമാലയോടുള്ള ഭക്തിയിൽ ആഴപ്പെട്ട് അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഒത്തിരി അടുത്ത് പരിശുദ്ധ അമ്മ നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കും. അപ്പോൾ പരിശുദ്ധ ജപമാല ചൊല്ലി അവർ പരിശുദ്ധ അമ്മ വഴി ഈശോയിലോട്ട് നടക്കാൻ, അതിനൊക്കെ അവർക്ക് സാധിക്കണേ, അതിന് വേണ്ട കൃപകളെല്ലാം ചൊരിയണേ എന്ന് ഇങ്ങനെ തകർന്ന് വിഷമിക്കുന്ന മനുഷ്യരെ നമുക്ക് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ഒത്തിരി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.